അയ്യോ വണക്കം. പാറ്റ പാർട്ടിയുടെ പ്രതിഷേധം രാജ്യ തലസ്ഥാനത്ത് ആളിക്കത്തുകയാണ്. രാജ്യ തലസ്ഥാനം സ്തംഭിച്ചു. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറങ്ങി ഓടി, അമിത്ഷാ കുണ്ടിൽ ചാടി, യോഗി ആദിത്യനാഥ് മുണ്ടൂരി തലയിൽ കെട്ടി. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ മലയാള മാധ്യമങ്ങൾ ഈ പാറ്റ പാർട്ടിയുടെ പ്രതിഷേധത്തിൻ്റെ വാർത്തകൾ നമ്മുടെ മലയാളത്തിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞങ്ങൾ ഓൺലൈൻ മാധ്യമങ്ങൾ ഇവിടെ എന്തായാലും ഇരിക്കുന്നത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. കാരണം ഇതിനെയൊക്കെ പൊളിച്ചടിക്കേണ്ട ഒരു സംഭവം നമുക്കുണ്ടല്ലോ. നമ്മൾ കണ്ണിൽ നേരെ കാണുന്ന കാര്യങ്ങൾ മാത്രമേ പറയുള്ളൂ. അവിടെ പാറ്റ പാർട്ടിയുടെ തലവനായിട്ടുള്ള അഭിജിത്ത് ദീപ്കെ എന്ത് പറഞ്ഞാലും ഉടനെ അവന്മാർ അതിർത്ത് സ്ക്രോളി കൊടുക്കും. അവൻ പറയുന്നതോടെ സ്ത്രീകളുടെ വസ്ത്രം വലിച്ചു കീറി ഡൽഹി പോലീസാണ് ചെയ്തത് എന്ന് അവന്മാർ ഇവിടെ പറയുന്നു. സ്ത്രീകളുടെ വസ്ത്രം വലിച്ചു കീറി കുട്ടികളെ അവന്മാർ അടിക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത്. ആരാണ് ഈ കുട്ടി എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവിടെ പോലീസിൻ്റെ കണ്ണിൽ യുവമാർ പെപ്പർ സ്പ്രേ കൊണ്ടുവന്ന് അടിച്ചത് ആരും കാണിച്ചിട്ടില്ല. അവിടെ പോലീസിൻ്റെ വണ്ടി യുവമാർ മറിച്ചിട്ടത് ആരും കാണിച്ചിട്ടില്ല. പെട്രോൾ പമ്പ് ആക്രമിച്ചത് ആരും കാണിച്ചിട്ടില്ല. പോലീസിന് നേരെ കല്ലെറിഞ്ഞത് ആരും കാണിച്ചിട്ടില്ല. യുവമാർ വയലൻസ് സ്റ്റാർട്ട് ചെയ്തത് അതാരും കാണിച്ചിട്ടില്ല. ഒരു പോലീസുകാരനെ മോബ് ലിഞ്ച് ചെയ്യുന്നത് ആരും കാണിച്ചിട്ടില്ല. ഇതൊന്നും ആരും കാണിച്ചിട്ടില്ല. പോരാത്തതിന് ആ പാറ്റ പാർട്ടിയുടെ പ്രതിഷേധം നീറ്റ് ആസ്പിറൻസിന് വേണ്ടിയാണ് നമ്മൾ നടത്തുന്നതെന്ന് പറഞ്ഞിട്ട് അതിനകത്ത് ഇപ്പം മൊത്തം നടന്നുകൊണ്ടിരിക്കുന്നത് കശ്മീരിൽ നിന്ന് 370 എടുത്തു കളയണം, 370 തിരിച്ചു കൊണ്ടുവരണം, എടുത്തു കളയണമെന്നല്ല, അത് തിരിച്ചു കൊണ്ടുവരണം, ഉമർ ഖാലിദിന് ജാമ്യം കൊടുക്കണം, രാമക്ഷേത്രം അവിടെ ബാബറി മസ്ജിദ് വരണം എന്നിങ്ങനെയുള്ള പല പല ചർച്ചകളുമാണ് പാറ്റ പാർട്ടി ഇപ്പോൾ അവിടെ നിലവിൽ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇവിടെയുള്ള പല നിരീക്ഷകരും പല മാധ്യമ പ്രവർത്തകരും ഒക്കെ പറയുന്നത് കണ്ടു, നരേന്ദ്രമോദി എന്ന് പറയുന്ന സർക്കാരിന് അല്ലെങ്കിൽ നരേന്ദ്രമോദി എന്ന് പറയുന്ന പ്രധാനമന്ത്രിക്ക് ഇത് അവസാനിപ്പിക്കാമായിരുന്നു എന്നവർ പറയുന്നുണ്ട്. എങ്ങനെ അവസാനിപ്പിക്കാമായിരുന്നു എന്നാണ് ഇവർ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരുമായിട്ട് വിളിച്ച് ചർച്ച നടത്തണം. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം. ആ രാജിവെച്ച് കഴിഞ്ഞാൽ ഇവിടെ പിരിഞ്ഞു പോകുമല്ലോ എന്നാണ് പാവപ്പെട്ട നമ്മുടെ നാട്ടിലെ നിരീക്ഷകന്മാരൊക്കെ വിചാരിച്ചിരിക്കുന്നത്. അങ്ങനെ അവർ പിരിഞ്ഞു പോകില്ല. അവർ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുമ്പോൾ അവരെന്ത് പറയും? എത്തനോളിൽ വലിയ അഴിമതി നടക്കുന്നു, നിതിൻ ഗഡ്കരി രാജിവെക്കണം എന്ന് പറയും. നിതിൻ ഗഡ്കരി രാജിവെച്ച് കഴിയുമ്പോൾ അവരെന്ത് പറയും? GDP ഇടിഞ്ഞ് താഴെ പോയി, നിർമ്മല സീതാരാമൻ രാജിവെക്കണം എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് യുവമാരെന്ത് പറയും? നിർമ്മല സീതാരാമനെ രാജിവെച്ച് കഴിഞ്ഞാൽ പിന്നെ യുവമാരെന്ത് പറയും? ബംഗ്ലാദേശികളെ കൂട്ടത്തോടെ അയക്കുന്നു പുറത്തേക്ക്, നമ്മുടെ നാട് ഹ്യൂമാനിറ്റി അതില്ലേ, ഹോം മിനിസ്റ്റർ രാജിവെക്കണം. അങ്ങനെ രാജിവെപ്പിച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് നിൻ്റെയൊക്കെ ലക്ഷ്യം എന്ന് പറയുന്നത്. അതായത് ഓരോ വിജയത്തിലും യുവമാർ ഗോൾ പോസ്റ്റ് മാറ്റി കളിച്ചുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. പിന്നെ നല്ല ഫണ്ട് വരുന്നുണ്ട്. ഓരോ സ്റ്റേറ്റിൽ നിന്നും ഓരോ ആങ്കർമാരെ അവിടെ കൊണ്ടിറക്കിക്കൊണ്ട് ബൗ ബൗ എന്ന് പറഞ്ഞ് കൊലപ്പിക്കുന്നുണ്ട്. അതൊക്കെ വേറെ ഡിപ്പാർട്ട്മെൻറ്റ്. എന്തായാലും നമ്മുടെ കേരളത്തിൽ നിന്നും പല സിനിമാ താരങ്ങളും, അതായത് ഇവരുടെയൊക്കെ വികാരം ഭയങ്കരമായിട്ട് വ്രണപ്പെടും. കേന്ദ്രത്തിനെതിരെ എന്തെങ്കിലും പ്രതിഷേധം വരുമ്പോൾ ഭയങ്കരമായിട്ട് ഇവരുടെ വികാരം വ്രണപ്പെടും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ആ വികാരം വ്രണപ്പെട്ട് കഴിഞ്ഞാൽ ഇവരെന്ത് ചെയ്യും? ഇവർ സോഷ്യൽ മീഡിയയിൽ വാരി പൂശും. അതാണ് നമ്മുടെ കേരളത്തിലെ പല സിനിമാക്കാരും പല സാംസ്കാരിക നായകരുടെയും ഒരു ഗുണഗണങ്ങൾ എന്ന് പറയുന്നത്. അല്ലാതെ ഇവിടെ നമ്മുടെ കേരളത്തിൽ നടക്കുന്ന വിഷയങ്ങളൊന്നും അതും നമ്മൾ ഇടപെടില്ല. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ കേരളത്തിലാണ് ജീവിക്കുന്നത്, നമുക്ക് നാളെ ഇവിടെ ജീവിക്കണം എന്നുള്ളൊരു ഇതുകൊണ്ട് അവർ ഇടപെടില്ല എന്നുള്ളതാണ്. എന്തായാലും ഇപ്പോൾ പാറ്റ പാർട്ടിക്ക് പിന്തുണയുമായി എത്തിയിരിക്കുന്നത്, അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, പാറ്റ പാർട്ടിക്ക് വിസ്മയ മോഹൻലാൽ പിന്തുണയുമായി എത്തിയിട്ടുണ്ട് എന്ന് ഞാൻ കേട്ടിരുന്നു. ഇവിടെ നിന്നും ബേക്കുഴിഞ്ഞു പോയ ആ നവ കുസുമത്തിന് ഞാൻ എല്ലാവിധ ആശംസകളും നേരുന്നു എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എന്തായാലും ടൊവിനോ തോമസ് പാറ്റ പാർട്ടിക്ക് പിന്തുണയുമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട്. രായപ്പം വന്നില്ലേടേ? അല്ല, ഞാൻ പ്രതീക്ഷിച്ചിരിക്കുകയാണ് രായപ്പം വരുമല്ലോ, വരാതിരിക്കില്ലല്ലോ. കാരണം ലക്ഷദ്വീപിന് പിന്തുണയുമായിട്ട് രായപ്പം വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ലക്ഷദ്വീപിനെ മാൽദീവ്സ് അപമാനിച്ചപ്പോൾ പിന്തുണ ഞാൻ കണ്ടില്ല. രായപ്പം വരാതിരിക്കില്ല. എന്തായാലും രായപ്പം വരുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. എന്തായാലും വരണം കേട്ടോ, നല്ല കണ്ടൻറ്റാണ്. എന്ത് തന്നെയായിരുന്നാലും നമ്മുടെ ടൊവിനോ തോമസ്, നമ്മുടെ തോൽവിനോ തോമസ് എന്താണ് ഇട്ടിരിക്കുന്നത് നോക്കാം. റൈറ്റ് ആൻഡ് റോങ് മേ ബി റിലേറ്റീവ്, ബട്ട് ദിസ് ഈസ് സർട്ടൻലി നോട്ട് ദ വേ ടു ഹാൻഡിൽ എ പീസ്ഫുൾ പ്രൊട്ടസ്റ്റ്. എങ്ങനെ പീസ്ഫുൾ പ്രൊട്ടസ്റ്റ്? അതായത് ശരിയോ തെറ്റോ എന്തുമാകട്ടെ, പക്ഷേ ഇതാണോ ഒരു സമാധാനപരമായിട്ടുള്ള ഒരു പീസ്ഫുൾ ആയിട്ടുള്ള പ്രൊട്ടസ്റ്റിനെ നേരിടേണ്ട വഴി എന്നാണ് ടൊവിനോ തോമസ്, നമ്മുടെ തോൽവിനോ ആണ് ചോദിക്കുന്നത്. അളയാടെ, ഞാൻ എൻ്റെ എഡിറ്ററോടാണ് സംസാരിക്കുന്നത്. ആ പോലീസുകാരുടെ മുഖത്തോട്ട് യുവമാർ മറ്റേ പെപ്പർ സ്പ്രേ അടിക്കുന്ന ദൃശ്യങ്ങളൊന്നും എടുത്തിട്ടുകൂട്. കണ്ടല്ലോ,
ഇതാണ് പീസ്ഫുൾ പ്രൊട്ടസ്റ്റ് എന്ന് പറയുന്നത്. പോലീസുകാർ വെറുതെ നിൽക്കുന്ന പോലീസുകാരുടെ മുഖത്ത് ഇവന്മാർ എന്ത് ചെയ്യുന്നു? പെപ്പർ സ്പ്രേ അടിക്കുന്നു. ഒന്നാമത്തെ കാര്യം അത്. ഇനി അടുത്തത്, when the future generation of a nation speaks up and their voices are met with a repressive force, it is the future itself that is being stamped down. It is faith in democracy that is being drained away. അതാണ് എനിക്കും പറയാനുള്ളത്. കാരണം ഫെയ്ത്ത് ഇൻ ഡെമോക്രസി, എനിക്ക് ജനാധിപത്യത്തിൽ എനിക്കൊക്കെ വളരെ വിശ്വാസമുള്ളൊരു മനുഷ്യനാണ്. ആ ജനാധിപത്യത്തിൻ്റെ നെടുന്തൂണെന്ന് പറയുന്ന അറിയില്ലോ, ജുഡീഷ്യറി. അതിനകത്ത് ഈ നിയമ സംവിധാനങ്ങളും പോലീസൊക്കെ വരും. അങ്ങനെയുള്ള പോലീസുകാരുടെ മൂഞ്ചിക്കൊക്കെ ഇങ്ങനെ ഇടിച്ച് പരത്തുക എന്നൊക്കെ പറഞ്ഞാൽ 50 പോലീസുകാരാണ് ഇവന്മാർ ഇടിച്ച് ഷെഡ്യൂൾ കയറ്റിയത്. പോരാത്തത് തന്നെ 5 IPS ഉദ്യോഗസ്ഥരുണ്ട്. ഞാനൊരു കാര്യം പറയാം. നമ്മുടെ കേരളത്തിൽ ഇവിടെ SFIക്കാരും KSUക്കാരും സമരം നടത്തുമ്പോൾ പോലീസ് വന്ന് ലാത്തിക്ക് അടിക്കും. അടിയെന്നൊക്കെ പറഞ്ഞാൽ ഇടിച്ച് ഊരിട്ടും. അങ്ങനെ ഇടിച്ച് ഉരുട്ടുമ്പം ഇവന്മാർ പോലീസിനെ തിരിച്ചടിക്കുന്നത് തോൽവീനോ തോമസ് കണ്ടിട്ടുണ്ടോ? ഇല്ല, കാണില്ല. കാരണം എന്താ? പോലീസിനെ തിരിച്ചടിക്കുക എന്നുള്ള റൈറ്റ് ഇവർക്കില്ല. ഇവരുടെ പ്രതിഷേധം എന്ത് ചെയ്യുമ്പോൾ അക്രമാസക്തമാകുമ്പോഴാണ് പോലീസ് ഇവരെ കൈവയ്ക്കുന്നത്, ആണല്ലോ. അങ്ങനെ കൈവയ്ക്കുമ്പോൾ ഇവർ തിരിച്ചടിക്കില്ല. ഇവർ കൂടിപ്പോയാൽ എന്ത് പറയും? എടാ ഭരണം മാറും, അന്ന് നിന്നെ ഞങ്ങൾ എടുത്തോളാം എന്നാണ് അവന്മാർ പറയുന്നത്. അതിൽ കൂടുതലൊന്നും പറയില്ല. പിന്നെ പോലീസിനെ കൈവച്ച് ഒരുത്തന്നുണ്ട്, ട്രാഫിക് പോലീസിനെ കൈവച്ച നസീമ അങ്ങനെയാണ് അവൻ്റെ പേരെന്ന് പറയുന്നത്. നമ്മുടെ PSC തട്ടിപ്പിൽ, അതായത് PSCയിൽ പാർട്ടിക്കാരനായിരുന്നു. PSCയിൽ കോപ്പി അടിക്കാനായിട്ട് പാർട്ടി തന്നെ സൗകര്യം ഒരുക്കി കൊടുത്ത് അവസാനം പിടിച്ച് അകത്ത് പിടിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ പോലീസിനെ കൈവച്ചൊരു കേസും കൂടെ ചേർത്ത് നല്ല ചെവക്കനെ കൊടുത്തിട്ടുണ്ടെന്നാണ് അറിയാനായിട്ട് സാധിച്ചത്. അപ്പോൾ ഇങ്ങനെ ഒരു സെറ്റപ്പിലാണ് പോകുന്നത്. അപ്പോൾ പോലീസിനെ കൈവയ്ക്കാൻ എന്താണ്? നമുക്ക് അധികാരമില്ല. പോലീസിനെ നമ്മൾ അടിക്കില്ല. പോലീസ് പീസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊട്ടസ്റ്റിന് അവിടെ പോലീസ് വന്ന് നിൽക്കും. അപ്പോൾ പോലീസിനെ നേരെ ഇങ്ങനെ പെപ്പർ സ്പ്രേ ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ പോലീസ് എന്ത് ചെയ്യും? പോലീസ് ഉറപ്പായിട്ടും ഇടിച്ചു ഉരുട്ടും എന്നുള്ളതിൽ യാതൊരുവിധ സംശയവും വേണ്ട. വാട്ട് ഡിഡ് ദി സ്റ്റുഡൻസ് ഡു റോങ്? ആ കുട്ടികൾ എന്ത് തെറ്റ് ചെയ്തു എന്നാണ് നമ്മുടെ തോൽവീനോ തോമസ് ചോദിക്കുന്നത്. എന്ത് തെറ്റ് ചെയ്തു എന്ന് ഞാൻ കാണിച്ചു തരാം. അഭിജിത്ത് ദീപ് കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് പാർലമെൻറ്റ് അതിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട്. അപ്പോൾ ഇവന്മാരാദ്യം പോലീസിനെ അടിച്ചു തുടങ്ങി. അപ്പോഴാണ് പോലീസ് ഇവന്മാർക്ക് നേരെ ലാത്തി വീശിയത്. ദൃശ്യം കാണിച്ചു തരാം, എടുത്തിട്. नहीं 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 नहीं, ये बोलिए इनको बाहर करिए, नहीं नहीं, ये कौन लगे? इन्हें बाहर करिए, इन्हें बाहर करिए, इन्हें बाहर करिए. ഇതാണ് അവർ ചെയ്തത്. ഇപ്പം മനസ്സിലായല്ലോ എന്തുകൊണ്ടാണ് പോലീസ് ഇവന്മാരെ അടിച്ചു തുടങ്ങിയതെന്ന്. ഇനി അടുത്ത ചോദ്യം, ഡു ദേ ഡിസ്ട്രോയ് പ്രോപ്പർട്ടി? അതായത് അവരെന്തെങ്കിലും നശിപ്പിച്ചെങ്കിൽ അതിൻ്റെ വസ്തുവകകളുടെ, അതിൻ്റെ എല്ലാ സ്ഥാപന ജംഗമങ്ങളുടെയും എല്ലാവിധ നാശനഷ്ടവും അണ്ണം തരുമോ? രാജ്യത്തിൻ്റെ വസ്തുവാണ്. അല്ല, അവരെന്തെങ്കിലും തെറ്റ് ചെയ്തോന്നല്ലേ ചോദിക്കുന്നത്. എന്തായിരുന്നാലും അവരെന്താണ് ചെയ്തത് എന്ന് അണ്ണന് മനസ്സിലായില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം? പോലീസുകാർ അല്ലെങ്കിൽ പോലീസിൻ്റെ വാഹനം അവർ തകർക്കുന്ന ദൃശ്യങ്ങൾ ഞാനൊന്ന് എടുത്തിട്ട് കാണിച്ചു തരാം. ഇനി അടുത്തത് പീസ്ഫുൾ പ്രൊട്ടസ്റ്റ് ആണെന്ന് പറയുന്നത് കൊണ്ട് തന്നെ പോലീസിനെ കല്ലെറിയുന്ന ദൃശ്യങ്ങൾ ഞാൻ എടുത്തിട്ട് കാണിച്ചു തരാം. ഇനി വീണ്ടും അണ്ണൻ ചോദിക്കുകയാണ്, അവരെന്ത് ചെയ്തു? എന്തെങ്കിലും ഒരു നശിപ്പിച്ചോ? അവർ നശിപ്പിച്ചിട്ടിരിക്കുന്ന ഒരു പോലീസ് വാഹനം ഞാൻ കാണിച്ചു തരാം. ഇനി അണ്ണൻ ചോദിക്കുന്നത്, ഡിഡ് ദേ റിസോർട്ട് ടു വയലൻസ്? അവർ
എന്തെങ്കിലും തരത്തിലുള്ള വയലൻസ് ഉണ്ടാക്കിയതായിട്ട് നിങ്ങൾക്ക് തെളിവുണ്ടോ? ഉണ്ട്. ഞാൻ വേണമെങ്കിൽ അത് ഇട്ട് തരാം. അതായത് ഒരു പോലീസുകാരനെ ക്രൂരമായി മോബ് ലിഞ്ച് ചെയ്യുന്ന ദൃശ്യങ്ങൾ. ഇത് പാർട്ടി പാർട്ടിയാണ്, പാർട്ടിക്ക് എന്തും ചെയ്യാനുള്ള അധികാരമുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അത് 8 മടക്കി നിൻ്റെ കോത്താഴത്ത് കൊണ്ട് വെച്ചാൽ മതി എന്ന് മാത്രമാണ് ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്. എന്തായാലും ആ വിഷ്വൽസ് കൂടെ നമുക്കൊന്ന് കാണാം. ഒരു പോലീസുകാരനെ മോബ് ലിഞ്ച് ചെയ്യുകയാണ്. ഇനി അടുത്തതായിട്ട് അണ്ണൻ ചോദിക്കുന്നത്, വാട്ട് എക്സാക്ട്ലി ഡിഡ് ദേ ഡു ടു ഡിസർവ് ദിസ് ട്രീറ്റ്മെൻറ്റ്? അതായത് ഈ ചൂരൽ കഷായം അവർക്ക് കിട്ടാൻ അവരെന്താണ് യഥാർത്ഥത്തിൽ ചെയ്തത്? ഇനി അവർ ചെയ്തത് ഒരു കാര്യം കൂടെ കാണിച്ചു തരാം. ആ പോലീസ് വാഹനം അവന്മാർ കല്ലെറിയുന്നതും അതെടുത്ത് മറിച്ചിടുന്ന വിഷ്വൽസും എടുത്ത് വാരിപ്പൂശും. ഇനി അണ്ണൻ ചോദിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ടു എവറി പേഴ്സൺ പ്രൊട്ടസ്റ്റിംഗ് ഫോർ എ ജസ്റ്റ് കോസ് പീസ്ഫുള്ളി ഇൻ എനി പാർട്ട് ഓഫ് അവർ കൺട്രി ഐ എക്സ്റ്റെൻഡ് മൈ ഹോൾ ഹാർട്ടഡ് സോളിഡാരിറ്റി. ദ റൈറ്റ് ടു ഡിസെൻഡ് ഇസ് നോട്ട് എ ത്രെറ്റ് ടു ഡെമോക്രസി. ഇൻ ഫാക്ട് ദിസ് ഈസ് വൺ ഓഫ് ഇറ്റ്സ് ഫൗണ്ടേഷൻസ്. അതായത് സമരം ചെയ്യുക എന്ന് പറയുന്നത് എല്ലാവർക്കും അവകാശപ്പെട്ട ഒരു കാര്യമാണ് എന്നാണ് അണ്ണൻ പറയുന്നത്. എല്ലാ ആൾക്കാരും, പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന എല്ലാ ആൾക്കാരും ഒരു പ്രത്യേക കോസിന് വേണ്ടിയാണ് പ്രൊട്ടസ്റ്റ് ചെയ്യുന്നതെന്നാണ് അണ്ണൻ പറയുന്നത്. ഹാജി അഫ്സൽ എന്ന് പറയുന്ന ഒരു വലിയൊരു ഗാങ്സ്റ്റർ ഉണ്ട് ഡൽഹിയിൽ. എന്ന് പറഞ്ഞാൽ ഗുണ്ടയുണ്ട്. ഇവനെ ഏകദേശം 6 വർഷത്തോളം അകത്ത് പിടിച്ചിട്ടിരുന്നതാണ്. ഇപ്പോഴൊന്നുമല്ല, 2009 അതായത് UPA സർക്കാർ ഭരിക്കുന്ന കാലത്ത് ഇവനെ പിടിച്ചകത്തിട്ടതാണ്. ഇവൻ അവിടെ ഡൽഹിയിൽ വലിയ പുള്ളിയാണ്, അറിയാമല്ലോ. ഡൽഹിയിൽ ഓരോ സെക്ടറുകളും ഓരോ ഗുണ്ടകളാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ BJP വന്ന ശേഷം അതൊക്കെ ഇങ്ങനെ ക്ലീനാക്കി വരുന്നു. അപ്പോൾ പ്രൊട്ടസ്റ്റുകളൊക്കെ സ്വാഭാവികം. അങ്ങനെയുള്ളവൻ, ഇവൻ്റെ പേരിൽ കൊലപാതക കേസുണ്ട്, കവർച്ച കേസുണ്ട്, പിടിച്ചുപറിയുണ്ട്, അങ്ങനെ ഒരുപാട് കേസുകൾ ഇവൻ്റെ പേരിലുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുത്തൻ ഹാജി എന്നാണ് അവൻ്റെ പേര്. അപ്പോൾ അങ്ങനെയുള്ള ഒരുത്തന് ഈ പ്രൊട്ടസ്റ്റിനകത്ത് എന്താണ് കാര്യം എന്നുള്ളൊരു ചോദ്യം ഞാനിവിടെ ഉയർത്തുകയാണ്. ആ പ്രൊട്ടസ്റ്റിനകത്ത് ഇവനെപ്പോലുള്ള വേട്ടാവളിയന്മാർക്ക് എന്താണ് വിഷയം എന്നുള്ളതാണ് എൻ്റെ പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത്. എന്തായിരുന്നാലും അവൻ ആ ദൃശ്യത്തിന്, ആ പാർട്ടിയുടെ പ്രൊട്ടസ്റ്റിനകത്ത് കിടന്ന് പൊളയ്ക്കുന്ന വിഷ്വൽസ് ഒന്ന് കണ്ടിട്ട് വരാം. ഇനി അണ്ണൻ പറയുന്നു, ആൻഡ് ടു എനി വൺ അബൌട്ട് ടു ക്വസ്റ്റ്യൻ മൈ സെൻസ് ഓഫ് നാഷണലിസം ഐ നോ മൈ സെൽഫ് ബെറ്റർ ദാൻ യു ഡു. എൻ്റെ ദേശീയത ചോദ്യം ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? ദേശീയത ഉള്ളവരല്ലേ അതൊക്കെ ചോദ്യം ചെയ്യാൻ പറ്റൂ? അല്ല, ദേശീയത ഉള്ളവരല്ലേ ചോദ്യം ചെയ്യാൻ പറ്റൂ? ദേശീയത ഇല്ലാത്തവർ, ചില ആൾക്കാർ ഉപയോഗിക്കുന്ന വാക്കാണ് തീവ്ര ദേശീയത. ഇപ്പം പലയിടത്തും കാണുന്ന ഒരു സംഭവമാണ്. എന്താണ് ഈ തീവ്ര ദേശീയത? വന്ദേ മാതരം പാടണം എന്ന് പറയുന്നത് തീവ്ര ദേശീയതയാണെന്നാണ് അവർ പറയുന്നത്. എടാ, വന്ദേ മാതരം പാടണമെന്ന് പറയുന്നത് എങ്ങനെയാണ് തീവ്ര ദേശീയതയാവുന്നത്? അറ്റ്ലീസ്റ്റ് ജനഗണമന എന്ന് പറയുന്ന നമ്മുടെ നാഷണൽ ആന്തം പാടുമ്പോൾ ഒന്ന് എഴുന്നേറ്റ് നിൽക്കണം, അതിനൊന്ന് റെസ്പെക്റ്റ് കൊടുത്തു നിൽക്കണം എന്ന് പറയുമ്പോൾ ഇവന്മാർ പറയുന്നത് എന്താണ്? തീവ്ര ദേശീയത. ഇതൊക്കെ നമ്മുടെ രാജ്യത്ത് നടക്കുന്ന കാര്യമാണ്, ഇതൊന്നും തീവ്ര ദേശീയതയല്ല. അപ്പോൾ അതിൽ പോലും എണീക്കാൻ മടിയുള്ള തെണ്ടികളോട് നമ്മളെന്താ പറയുക? അപ്പം നമ്മളൊരു നിയമം അങ്ങ് പാസ്സാക്കും. ആ നിയമം എന്താണ്? അത് ചെയ്യുമ്പോൾ വന്ദേ മാതരത്തിനെയോ അല്ലെങ്കിൽ നമ്മുടെ ദേശീയ ഗാനത്തെയോ ഒക്കെ അവഹേളിച്ച് കഴിഞ്ഞാൽ എന്തു ചെയ്യും?
പിടിച്ചകത്തിടും, 3 വർഷം അകത്തിടും എന്നുള്ളൊരു നിയമം അങ്ങ് പാസ്സാകും. അപ്പോൾ ഈ തീവ്ര ദേശീയത മാങ്ങാത്തൊലി എന്നൊക്കെ പറഞ്ഞ് വരുന്നവന്മാർ അണ്ണനെ പോലുള്ള ആൾക്കാരുണ്ടല്ലോ, അങ്ങനെയുള്ള ആൾക്കാർക്ക് ദേശീയത ഇല്ല എന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷേ ടൊവിനോ തോമസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പുള്ളി മഞ്ഞിനാണ്. കാരണം പുള്ളി ഒരു കമ്മ്യൂണിസ്റ്റാണ്. പുള്ളി അത് തുറന്ന് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് എനിക്ക് ഐ ഹാവ് ഡ്യൂ റെസ്പെക്ട് ഫോർ ഹിം. കാരണം അദ്ദേഹം അത് തുറന്ന് പറഞ്ഞതിൻ്റെ കാരണം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം മറച്ചു പിടിക്കുന്നില്ല. ഞാൻ കമ്മ്യൂണിസ്റ്റാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. വെരി ഗുഡ്. പൃഥ്വിരാജിനെ പോലെ എനിക്ക് അങ്ങനെയൊന്നുമില്ല, നത്തിങ് എനിക്കില്ല എന്ന് പറഞ്ഞിട്ട് അടി കൂടെ പണിയുന്ന സ്വഭാവം എന്തായാലും ടൊവിനോ തോമസ് ഇല്ല. അതുകൊണ്ട് അണ്ണനോട് ആ ഒരു കാര്യത്തിൽ എനിക്ക് വളരെ വലിയൊരു റെസ്പെക്റ്റ് ഉണ്ട് എന്ന് മാത്രമേ എനിക്ക് പറയാനായിട്ടുള്ളൂ. പിന്നെ അണ്ണൻ പറയുന്നൊരു കാര്യം, മൈ പൊളിറ്റിക്സ് ഈസ് ഹ്യൂമാനിറ്റി, മൈ ബിലീഫ് ഈസ് പീസ്. ആ വാക്കിനോട് ഞാൻ യോജിക്കുന്നു. എൻ്റെ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഹ്യൂമാനിറ്റിയാണ്, മനുഷ്യത്വമാണ്. എൻ്റെ എന്താണ്, പീസാണ്. പീസ് എന്ന് പറഞ്ഞാൽ എന്താണ്, മറ്റേ പീസില്ല. പീസ് എന്ന് പറഞ്ഞാൽ സമാധാനമാണ്. നമുക്കും സമാധാനമാണ് വേണ്ടത്. പ്രൊട്ടസ്റ്റ് ചെയ്യാൻ എല്ലാവർക്കും അധികാരമുണ്ട്. ഐ ആം സ്പീക്കിംഗ് ടൊവിനോ തോമസ്. പ്രൊട്ടസ്റ്റ് ചെയ്യുന്നു എന്ന പേരിൽ അവിടെയുള്ള പോലീസുകാരുടെ മേത്ത് കൈവയ്ക്കാൻ ആർക്കെങ്കിലും അധികാരമുണ്ടോ? അധികാരമില്ല. അതാണ് ഞാൻ കുറച്ച് മുമ്പേ നമ്മുടെ നാട്ടിലെ പോലീസിൻ്റെ ഒരു കാര്യം പറഞ്ഞത്. അണ്ണൻ എവിടെയെങ്കിലും പ്രൊട്ടസ്റ്റ് ചെയ്യാൻ ഇറങ്ങിയിട്ട് പോലീസ് അണ്ണനെ ലാത്തി ചാർജിന് വരുമ്പോൾ പോലീസിനെ ഒന്ന് തിരിച്ചടിച്ച് നോക്കും. അപ്പം നമുക്കറിയാം എന്തായിരിക്കും അതിൻ്റെ ഒരു ഭവിഷ്യത്ത് എന്നുള്ളത്. ഇപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനെ കൈവച്ചവന്മാരെയൊക്കെ ഇപ്പോൾ ജയിലിടിഞ്ഞാൽ പുറത്ത് വരാത്ത രീതിയിൽ വലിച്ചുകൊണ്ട് കിടക്കുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ നമുക്ക് എന്തില്ല, അധികാരമില്ല. പ്രൊട്ടസ്റ്റ് ചെയ്യാൻ എല്ലാവർക്കും അധികാരം കൊണ്ട്. പ്രൊട്ടസ്റ്റ് പീസ്ഫുൾ ആയിരിക്കണം. ആ പ്രൊട്ടസ്റ്റിൽ ഗ്യാദർ ചെയ്യാം. ആ പ്രൊട്ടസ്റ്റ് എന്ത് ചെയ്യാം, പീസ്ഫുള്ളായിട്ട് രാജ്യത്തെ നിയമങ്ങൾ അനുസരിച്ച് നടത്താനുള്ള എല്ലാ തരത്തിലുള്ള സ്വാതന്ത്ര്യവും എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ ഇപ്പോൾ കുറേ മറ്റേ തത്വങ്ങളുമായിട്ട് കുറേ ഇറങ്ങിയിട്ടുണ്ട്. തത്വം, പിലാച്ചപ്പി. ഈ പിലാച്ചപ്പിയും കൊണ്ട് ഇറങ്ങിയിരിക്കുന്നവന്മാർ പറയുന്നത്, ഞാൻ നിനക്കെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്യണമെങ്കിൽ നിന്റെ അനുവാദം മേടിക്കണമല്ലേ എന്നാണ് അവന്മാർ പറയുന്നത്. ഗാന്ധിജി ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്തത് ബ്രിട്ടീഷുകാരുടെ അനുവാദം മേടിച്ചിട്ടാണോടാ എന്നാണ് അവന്മാർ ചോദിക്കുന്നത്. ഇതുപോലെ മരം മണ്ണുകളെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. ബ്രിട്ടീഷുകാർ ഔട്ട്സൈഡേഴ്സാണ്. അകത്തുനിന്ന് ഇങ്ങോട്ട് വന്ന് നമ്മളെ കീഴടക്കി ഭരിച്ചവന്മാരാണ്. അവന്മാർക്കെതിരെ സമരം ചെയ്യാൻ ഗാന്ധിജിക്ക് ആരുടെ അനുവാദം വേണ്ട, അവന്മാരുടെ അനുവാദം തീരെ വേണ്ട എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ ഇരിക്കുന്ന സർക്കാർ നമ്മളൊരു ഡെമോക്രസിയാണ്. അവരെ നമ്മുടെ നാട്ടിലെ ജനങ്ങൾ തന്നെ അധികാരമേൽപ്പിച്ച് നിങ്ങൾ ഭരിക്കൂ എന്ന് പറഞ്ഞ് ചെങ്കോലും കിരീടവും അവരുടെ കയ്യിൽ കൊടുത്ത് ഭരിക്കാനായിട്ട് ഇരുത്തിയിരിക്കുന്ന ആൾക്കാരാണ്. അതിനാണ് പാർലമെൻറ്റ്. നമുക്കായിട്ട് അവരെന്ത് ചെയ്യും, അവിടെ നിയമങ്ങൾ നിർമ്മിക്കും. ഈ രാജ്യത്ത് അവിടെ കയറിയിരിക്കുന്ന നരേന്ദ്രമോദി ഓട് പൊളിച്ചു വന്നതെന്നല്ലോ. ഞാൻ നരേന്ദ്രമോദിയിൽ കാണുന്ന ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമോ? ഇവിടെയുള്ള പല രാഷ്ട്രീയക്കാരും അവന്മാരുടെ പ്രകടന പത്രികയിൽ എഴുതുന്ന കാര്യങ്ങളൊന്നും നടപ്പിലാക്കാറില്ല, അല്ലെങ്കിൽ നടപ്പിലാക്കുന്ന കാര്യങ്ങൾ പ്രകടന പത്രികയിൽ എഴുതാറുമില്ല. പക്ഷേ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം പ്രകടന പത്രികയിൽ പറഞ്ഞു, രാമക്ഷേത്രം ഞാൻ കൊണ്ടുവരട്ടെ എന്ന് പറഞ്ഞു. എന്നിട്ടാണ് വോട്ട് ചോദിച്ചത്. തന്തയ്ക്ക് പറഞ്ഞവനാണ്, മനസ്സിലായില്ലേ? അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ, തന്തയ്ക്ക് പറഞ്ഞവൻ. പിന്നെ അദ്ദേഹം ചോദിച്ച വേറൊരു കാര്യമുണ്ട്, ഞാൻ പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കും കേട്ടോ എന്ന് പറഞ്ഞിട്ടാണ് വോട്ട് കൊടുത്തത്. കേരളത്തിലെ 4-3-7 ആൾക്കാർ വോട്ട് കൊടുത്തില്ലെന്ന് പറഞ്ഞാൽ അവിടെ കേരളത്തിലില്ലല്ലോ. കേരളത്തിനാണ് ഇപ്പോൾ പ്രതിഷേധം. കേരളത്തിലെ TV ചാനൽ കണ്ടാത്തൊന്നും രാജ്യം കത്തുകയാണ്. സോ നാഷണൽ മീഡിയാസൊക്കെ എടുത്തിട്ട് നോക്കണം. യവന്മാരെയൊക്കെ എടുത്തിട്ട് അലക്കിക്കൊണ്ടിരിക്കുകയാണ്. CJP എന്ന് പറയുന്ന യവന്മാരുടെ ഹിഡൻ അജണ്ടയും കാര്യങ്ങളുമൊക്കെ എടുത്ത് അലക്കിക്കൊണ്ടിരിക്കുകയാണ് അവിടെ എന്നുള്ളതാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. 900 പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. പോലീസിനെ ആക്രമിച്ചതിൻ്റെ പേരിൽ 900 പേർക്കെതിരെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. 700 പേരെ നോട്ട് ചെയ്തിട്ടുണ്ട്. 200 പേരെ കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടില്ല. അവർ എവിടെ പോയെന്ന് അറിയാനും സാധിക്കുന്നില്ല. 900 പേരെയാണ് അവിടെ എടുത്തിരിക്കുന്നത് കേസ് എന്നുള്ളൊരു റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ട്. അതുപോലെ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ആ ഒരു അപ്പർ ഹാൻഡ് എല്ലാവരും കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അദ്ദേഹം പറഞ്ഞു, രാമക്ഷേത്രം ഞാൻ കൊണ്ടുവന്നോ, അടുത്ത തെരഞ്ഞെടുപ്പിൽ അങ്ങേര് പ്രധാനമന്ത്രി. അത് കഴിഞ്ഞ് അങ്ങേര് ഒരു പൗരത്വ നിയമം ഞാൻ കൊണ്ടുവന്നു. അടുത്ത തെരഞ്ഞെടുപ്പിൽ അങ്ങേര് പ്രധാനമന്ത്രി. അടുത്ത നിയമം ഞാൻ കൊണ്ടുവരും എന്ന് പറഞ്ഞ് രാജ്യത്തെ ജനങ്ങളോട് പറഞ്ഞ് അദ്ദേഹം അധികാരത്തിലേറുകയാണ്. അത് നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റും? രാജ്യത്തെ ജനങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിൻ്റെയൊക്കെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ കാശ്മീരിനെ എടുത്ത് പാകിസ്ഥാന് കൊടുക്കണം, ചൈന ലഡാക്ക് എടുത്ത് ചൈനയ്ക്ക് കൊടുക്കണം, പിന്നെ നിൻ്റെയൊക്കെ ഉദ്ദേശം ബംഗ്ലാദേശികളെ ഇങ്ങോട്ടേക്ക് കുടിയേറ്റി പാർപ്പിക്കണം. ഇതൊക്കെയാണ് നിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. ആ ഉദ്ദേശമൊന്നും ഇവിടെ നടപ്പിലാവാൻ പോകുന്നില്ല. ഇവിടെ ഞാൻ പറയട്ടെ, 4-3-7 പേര് CJP എന്ന് പറഞ്ഞാൽ അവിടെ നടക്കുന്ന 4-3-7 പേരല്ല രാജ്യം, ഭാരതം എന്ന് പറയുന്നത്. അവിടെ നാഷണലിസ്റ്റുകളായിട്ടുള്ള 100 കോടി ആൾക്കാരുണ്ട്. അവരെല്ലാം കൂടെ തെരുവിലിറങ്ങിയ തെരുവേ കാണില്ല എന്ന് ആലോചിച്ച് നോക്കണം. അങ്ങനെ സംഭവിക്കില്ല. സപ്പോസ് സംഭവിച്ചാൽ തെരുവേ കാണില്ല എന്ന് നമ്മൾ ആലോചിച്ച് നോക്കണം. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ബാക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ. എന്തായാലും ഈ സമരം എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം രാജ്യം ഒരു മന്ദതയിൽ ഇങ്ങനെ പോവുകയാണ്. മന്ദത എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, നമുക്ക് എൻ്റർടൈൻമെൻറ്റിനൊന്നും ഇല്ലായിരുന്നു. കാരണം ഒരു ഹൈഡ്രജൻ ട്രെയിൻ ലോഞ്ച് ചെയ്തല്ലോ ഈ ഇടയ്ക്ക്. നമ്മുടെ ലോകത്തിൽ തന്നെ 3-ാമത്തെ 4-ാമത്തെ രാജ്യമായി ഹൈഡ്രജൻ ട്രെയിൻ ലോഞ്ച് ചെയ്യുന്ന നമ്മുടെ രാജ്യം എന്ന് പറഞ്ഞാൽ വികസനം. ഒരു ഗുമ്മില്ലെന്ന് പറഞ്ഞാൽ ഇതൊക്കെ എല്ലാവരും ലോഞ്ച് ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞ് നമ്മൾ ആശ്വസിച്ചു. അത് കഴിഞ്ഞ് നമ്മളൊരു പ്രൈവറ്റ് റോക്കറ്റ് ലോഞ്ച് ചെയ്തു.
വിക്രം 1 എന്ന് പറഞ്ഞു. ലോകത്തിൽ തന്നെ രണ്ടാമത്തെ മൂന്നാമത്തെ രാജ്യമാണ് പ്രൈവറ്റ് റോക്കറ്റ് ലോഞ്ച് ചെയ്യുന്ന. അതിലൊരു ഗുമ്മില്ല. വികസനം അതിലൊരു ഗുമ്മില്ല. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ബാരിയർ ഫ്രീ എക്സ്പ്രസ് വേ കൊണ്ടുവന്നു. 3 വാർഷിപ്പുകൾ ഇറക്കുന്നു. നമ്മൾ അവിടെ ബ്രഹ്മോസുമായിട്ട് അവിടെ മറ്റേ ഇന്തോനേഷ്യക്ക് ബ്രഹ്മോസ് കൊടുക്കുന്നു. ഇവിടെ വലിയ ആയുധ കച്ചവടം നടത്തുന്നു. ആയുധ കച്ചവടത്തിൻ്റെ ഡീല് UPA സർക്കാരിൻ്റെ കാലത്ത് 500 കോടിയായിട്ട് കിടന്ന് നമ്മളിപ്പോൾ 40,000 കോടിയിൽ കൊണ്ടെത്തിച്ചു. അങ്ങനെ പല വികസനങ്ങൾ നടക്കുന്നു. അതിലൊന്നും ഒരു ഗുമ്മില്ല. ആ ഗുമ്മില്ല. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ പറഞ്ഞിട്ടുണ്ട്. അതായത് അദ്ദേഹം പറഞ്ഞൊരു വാചകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അദ്ദേഹം ഒരു മാധ്യമ പ്രവർത്തകരുടെ ഒരു സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമ്മേളനത്തിൽ അദ്ദേഹം പറയുകയാണ്, ഞാൻ ഇത്രയും നേരം ഡെവലപ്മെൻറ്റുകളെ കുറിച്ച് സംസാരിച്ചു, ആർക്കും ഒന്നും എഴുതിയെടുക്കണ്ട. പെട്ടെന്ന് അവിടെ നിന്ന് ഒരു മാധ്യമ പ്രവർത്തകൻ എഴുന്നേറ്റ് സാർ ഗുജറാത്ത് കലാപം എന്ന് പറഞ്ഞതും മാധ്യമ പ്രവർത്തകർ പെട്ടെന്ന് പേനേട് പേപ്പറിട് ടാബിഡ് എന്നൊക്കെ പറഞ്ഞ് പറ എന്ന് പറഞ്ഞിരിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. അപ്പോൾ ഇതാണ് നമ്മുടെ മാധ്യമങ്ങളുടെ ഒരു കുഴപ്പം. എൻ്റെയും ഒരു കുഴപ്പം അതാണ്. കാരണം എനിക്കും ഒരു ഗുമ്മ് കിട്ടിയില്ല. കാരണം എത്ര നാളായി കർഷക സമരവും പൗരത്വ ഭേദഗതി നിയമം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ യോമാ ജോജോ അജണ്ടയായിട്ട് ഇറങ്ങും, നമ്മൾ പൊളിച്ചെടുക്കും. വീണ്ടും യോമാ ജോജോ അജണ്ടയായിട്ട് ഇറങ്ങും, നമ്മൾ പൊളിച്ചെടുക്കും. അപ്പോൾ രാഹുൽ ഗാന്ധി അതിൽ വന്ന് ചേർന്നിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്. രാഹുൽ ഗാന്ധിയും വന്നു. ഇപ്പോൾ ജപ്പാനിൽ എവിടെ ആയിരുന്നെന്നാണ് അറിയാനായിട്ട് സാധിച്ചത്. അവിടെ ഒരു കൊച്ചുമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പടം ഇടയ്ക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര വൈറലായിട്ടുണ്ടായിരുന്നു. രാഹുൽ ഗാന്ധി ആണെന്നാണ് പറയപ്പെടുന്നത്. അത് അങ്ങനെ ഒരു സംഭവത്തിലൂടെയൊക്കെ കാര്യങ്ങൾ അവിടെ ഇപ്പോൾ തിരിച്ചു വന്നിട്ട് ഞാൻ വന്നു എന്നറിയിക്കണമല്ലോ. അതുകൊണ്ട് രാഹുൽ ഗാന്ധി അവിടെ വന്ന് കുത്തിയിരിക്കുന്നു. പക്ഷേ കോൺഗ്രസ് ഈ സമരം ഒന്നും ഏറ്റെടുക്കാനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല. പിന്നെ ഒരു ഗുമ്മിന് പറയാം പ്രതിപക്ഷ നേതാവ്, രാജ്യത്തിൻ്റെ പ്രതീക്ഷ എന്നൊക്കെ പറയാം നമുക്ക്. അല്ലാതെ വേറൊന്നും നടക്കാം. കാരണം ഈ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് ഏറ്റെടുത്തിരിക്കുന്ന സമരമെല്ലാം പൊളിഞ്ഞു പോയിട്ടേ ഉള്ളൂ. ഒന്ന് പോരാത്തതിന് ഏറ്റെടുത്ത് വിജയിപ്പിച്ച ഏതെങ്കിലും സമരം ഉണ്ടെങ്കിൽ അതിന് ഗുണം കിട്ടിയത് മൊത്തം AAP ആം ആദ്മി പാർട്ടിക്കാണ്. കർഷക സമരം കൊണ്ടുവന്നു. കർഷക സമരത്തിൽ എല്ലാം മറ്റേ മുണ്ടും തുണി എടുത്ത് ഇറങ്ങി അവസാനം കയ്യിലിരുന്ന പഞ്ചാബ് ഉണ്ടല്ലോ, അത് AAP കൊണ്ടുപോയി. പഞ്ചാബ് കോൺഗ്രസ് ആണ് ഭരിച്ചുകൊണ്ടിരുന്നത്, AAP പിടിച്ചുകൊണ്ട് പോയി. ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി കൊണ്ടുവന്ന സമരത്തിന് പിന്തുണയ്ക്കാനായിട്ട് ഇറങ്ങിയതാണ്. അവസാനം ഡൽഹിയിൽ കെജ്രിവാളിനെ വളർത്തി. കെജ്രിവാൾ AAPയുടെ വലിയ മുഖമായി. കെജ്രിവാൾ അവിടെ ഭരണം പിടിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് CJP പ്രൊട്ടസ്റ്റിൽ വരുമ്പോഴും രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം രാഹുൽ ഗാന്ധി ഇതിന് ബെനിഫിറ്റ് ഉണ്ടാക്കി കൊടുക്കാൻ പോകുന്നത് AAPക്കാണ്, അതായത് ആം ആദ്മി പാർട്ടിക്കാണ് എന്നുള്ളതാണ് സംഭവം എന്ന് പറയുന്നത്. ഇപ്പോൾ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയാലും വരും ദിവസങ്ങളിൽ നല്ല നടപടി ഉണ്ടാവും, നല്ല പണി കിട്ടും. ഞാൻ അങ്ങനെ ഇങ്ങനെയൊന്നും പറയുന്നില്ല. അമ്മച്ചിയാണ് നല്ല പണി കിട്ടും. അറിയാമല്ലോ, ഇതിലും വലിയ പെരുന്നാൾ വന്നിട്ട് വാപ്പ പള്ളിയിൽ പോയിട്ടില്ല. പിന്നെയാണ് ഇതുപോലൊരു സമരം ഒന്ന് മാത്രമേ പറയുള്ളൂ. പിന്നെ നീറ്റ് ആസ്പിറൻസിൻ്റെ കാര്യം, അതിനെക്കുറിച്ച് എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം. അതാണ് എൻ്റെ സ്റ്റാൻഡ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞ് മറ്റേ പോലീസിനെ എടുത്ത് തൊട്ടിലോട്ട് എറിയാം, അതൊക്കെ നിന്ന് കഴിഞ്ഞാൽ അതൊക്കെ മടക്കി അങ്ങ് താഴോട്ട് വെച്ചാൽ മതി എന്ന് മാത്രമേ പറയാനുള്ളൂ. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം. ധർമ്മേന്ദ്ര പ്രധാനെ നരേന്ദ്രമോദി തന്നെ അവിടെ നിന്ന് എടുത്ത് മാറ്റും. റീഷഫ്ലിംഗ് ഉണ്ടായിരുന്നു നമ്മുടെ കേന്ദ്രമന്ത്രിസഭയിൽ. അപ്പോഴാണ് ഉമാർ അതിൻ്റെ ക്രെഡിറ്റ് അടിച്ചെടുക്കാനായിട്ട് സോനം വാങ്ങിച്ചു പാവം പിടിച്ച കളവനെ പിടിച്ചുകൊണ്ട് എന്ത് ചെയ്തത്, അവിടെ നിരാഹാരം കിടത്തിയത്. അങ്ങേര് എന്തായാലും തട്ടിപ്പോകുമെന്ന് അങ്ങേർക്ക് മനസ്സിലായി. അപ്പോൾ അങ്ങേര് തന്നെ ഡൽഹി ഹൈക്കോടതിയിൽ ഒരു ഹർജി കൊണ്ട് കൊടുത്തു. അവിടെ ഒരു പാവം മനുഷ്യൻ കിടക്കുന്നുണ്ട്. അയാളുടെ ആരോഗ്യനിലയെന്ന് പറയുന്നത് വളരെ മോശമാണ്. അപ്പോൾ ഡൽഹി ഹൈക്കോടതി എന്ത് പറഞ്ഞു, പോലീസിനോട് എടുത്തുകൊണ്ട് ആശുപത്രി കൊണ്ടാക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അയാൾ രക്ഷപ്പെട്ട് യവൻ കയറി കിടന്നു. 48 മണിക്കൂർ തികച്ചില്ല യവൻ്റെ നിരാഹാര സമരം എന്ന് പറയുന്ന അഭിജിത്ത് ദീപ്കെ. അതാണ് നടന്നത്. ഇതിലും വലിയ പ്രതിഷേധവും ഇതിലും വലിയ പ്രക്ഷോഭവും ഇതിലും വലിയ സംഭവങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. നരേന്ദ്രമോദി പണ്ടേ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങേര് 2001 ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രിയായ സമയത്ത് അപ്പോഴാണ് ഗുജറാത്ത് കലാപം. 2 മാസം പോലും തികഞ്ഞില്ല, അതിന് ഗുജറാത്ത് കലാപം വന്നു. അമേരിക്ക പോലും അതിൽ വന്ന് ഇടപെട്ട് ഗുജറാത്ത് കലാപത്തിൽ മോദിക്ക് ഇനി വിഷം നൽകില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്തു, നൈസായിട്ട് എനിക്ക് പിന്നെ ഞാൻ ഒരു കാര്യം ചെയ്യാം, മന്ത്രിസഭ പിരിച്ചുവിടാം എന്ന് പറഞ്ഞാൽ അത് പിരിച്ചുവിട്ട് വീണ്ടും ഇലക്ഷനിൽ നിന്ന് അതിലും വലിയ ഭൂരിപക്ഷത്തിൽ തിരിച്ചു വന്നു. അങ്ങനെ തിരിച്ചു വന്നുകൊണ്ടേയിരിക്കും. ഇനി അടുത്ത ടൈമിൽ മോദി തന്നെ വരും, അല്ലെങ്കിൽ യാതൊരുവിധ സംശയവും ആർക്കും വേണ്ട എന്നുള്ളതാണ്. പിന്നെ നിങ്ങളിങ്ങനെ സമരം ചെയ്യുന്നത് കൊണ്ട് കാരണം നമ്മൾക്ക് കുറേ കണ്ടന്റ് കിട്ടുന്നു എന്നുള്ളതാണ്. എന്തായാലും നീറ്റിനെ കുറിച്ച് അത് നരേന്ദ്രമോദി ഇന്ന് യോഗത്തിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇനി ഇങ്ങനൊരു സംഭവം നമ്മുടെ രാജ്യത്ത് നടക്കില്ല, അതൊരു തെറ്റാണ് എന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് അറിയാൻ. ഇവിടെയുള്ള യുവാക്കൾക്ക് അത് മതി. ഇവിടെയുള്ള യുവാക്കൾക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ടുള്ള മോദിയിൽ നല്ല വിശ്വാസമാണ്. പിന്നെ ഇന്ത്യയെ നേപ്പാളാക്കാം, ബംഗ്ലാദേശാക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള വില അതിന് കൊടുക്കേണ്ടി വരും എന്ന് മാത്രമേ പറയാനായിട്ടുള്ളൂ. അപ്പോൾ ശരി.